ഹായ് ഹലോ, നമ്മളിന്ന് പാരിപ്പള്ളിയിലേക്ക് പോകുവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്കൂൾ തുറപ്പിൻ്റെ കുറച്ച് ഷോപ്പിംഗ് വ്ളോഗാണ്. നോട്ട്ബുക്കൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ പർച്ചേസ് പിന്നെ ചെയ്യാം. സിംലയിൽ പോകുമ്പോഴത്തേക്ക് ലാഭത്തിന് നോട്ട്ബുക്ക് കിട്ടും. അപ്പോൾ അതാകുമ്പോൾ തിരക്ക് കൂടുന്നതിന് മുന്നേ പോയി അങ്ങ് വാങ്ങിക്കാം. ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുഞ്ഞു വ്ളോഗ്, ഷോപ്പിംഗ് വ്ളോഗ്. ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. അങ്ങനെ നേരെ പാരിപ്പള്ളിയിലേക്ക് അങ്ങ് പോവുകയാണേ. പാരിപ്പള്ളിയിൽ എത്തിയപ്പോഴത്തേനും ഭയങ്കര ബ്ലോക്കാണ്. ഹൈവേയിൽ പണി നടക്കുന്നുണ്ട്. പാരിപ്പള്ളി ഫുള്ള് ബ്ലോക്കാണ്. കുറേ നേരം ബ്ലോക്കിൽ കിടന്നാണ് നമ്മൾ സിംലയിലേക്ക് ഇറങ്ങിയത് തന്നെ. ഈ സിംല ടെക്സ്റ്റൈൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്കും അതുപോലെ തന്നെ സ്കൂൾ ആക്സസറീസ്, സ്കൂളിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം ഒരുപാട് വിലക്കുറവിൽ കിട്ടും. നമ്മളവിടെ എത്തിയപ്പോഴത്തേനും ചൂടടിച്ച് തളർന്ന് അങ്ങനെ എല്ലാവർക്കും ഓരോ കുഞ്ഞ് ഫലൂഡ വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് കഴിച്ച് തീർക്കാൻ പറ്റുന്ന ഫലൂഡയാണ്. ഈ സിംല ടെക്സ്റ്റൈൽസിന് അടുത്ത് തന്നെ ഒരു കഫറ്റേരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമായി ഷോപ്പിംഗ് എല്ലാം കഴിയുമ്പോൾ എന്തായാലും എല്ലാവരും തളരുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കാം, ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. ബിരിയാണി അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല കിടിലൻ സെറ്റപ്പാണ് അതെല്ലാം. അങ്ങനെ ഞങ്ങൾ സ്കൂൾ ബാഗും ബുക്സും ഒക്കെ വയ്ക്കുന്ന സെക്ഷനിലേക്ക് പോയി. നമുക്ക് ബുക്സ് മാത്രം മതി, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പം ബുക്സും പെൻസിലും പേനയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മതി. നോട്ട്ബുക്കിന് ഭയങ്കര വിലക്കുറവാണ്. നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്കിന് 20 രൂപ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് ഭയങ്കര, നമുക്ക് സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ നല്ല വിലക്കുറവായിട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ സിംല നല്ല പൊളിക്കടയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നോട്ട്ബുക്സ് എല്ലാം നമുക്ക് ഒറ്റ തവണ പർച്ചേസിൽ തന്നെ ഒരു വർഷത്തേക്കുള്ള നോട്ട്ബുക്സ് എല്ലാം നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ 2 പേർക്ക് കൂടെ, ജാനുനും ബാലുവിനും കൂടെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നോട്ട്ബുക്സൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ലാഭത്തിൽ കിട്ടുന്ന ഏതെങ്കിലും കടകളിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ നമുക്കും അതൊരു ഉപകാരമാകും. കൊല്ലത്ത് ഇതുപോലൊരു കട ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് ഞാനിനി കല്ലുവാതുക്കിൽ നിന്ന് കൊല്ലം വരെ പോകുന്നത് എന്തൊരു റിസ്ക്കാണ്, അല്ലെങ്കിൽ എന്തൊരു പാടാണ്. ഈ ഹൈവേയിൽ കൂടെ പണി നടക്കുന്നതിനിടയിൽ നമുക്ക് ലോങ് ട്രാവൽ ഒന്നും കൊല്ലത്തൂടെ ഹൈവേ കൂടെ നടക്കുന്ന പരിപാടിയേ അല്ല. അതുകൊണ്ട് അതിനേക്കാൾ ബെറ്റർ നമുക്ക് അടുത്തുള്ള ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നതാണെന്ന് കരുതി. പിന്നെ ഞാൻ കുറച്ച് നൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അങ്ങനെ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ നോക്കിയിട്ട് അവിടെ നിന്ന് പോന്നു. എല്ലാം ഇപ്പോഴത്തെ ടൈപ്പ്, നമ്മൾ ടോപ്പ് ചെറിയൊരു ഫ്രോക്ക് ടൈപ്പ് വരുന്ന നൈറ്റീസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കി. പക്ഷേ എനിക്കതൊന്നും കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയി കുറച്ച് സാധനങ്ങൾ, നമ്മൾ ഈ വാട്ടർ ബോട്ടിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്കൂൾ തുറക്കുമ്പോൾ എല്ലാം പുതിയതില്ലെങ്കിൽ ഒരു പരിഭവമാണ് എല്ലാ കുട്ടികൾക്കും അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. ബാഗ് പുതിയത് ഇരിപ്പുണ്ട്, എന്നാലും വാട്ടർ ബോട്ടിലും കിറ്റും എല്ലാം പുതിയത് വേണം. ജാനുവിന് ഇനി കിറ്റൊന്നും വേണ്ട കേട്ടോ. സ്കൂളിൽ വലിയ ക്ലാസ്സിലോട്ടായപ്പോൾ ഇനി അവർക്ക് കിറ്റൊന്നും പ്രത്യേകിച്ചൊന്നും വേണ്ട. പിന്നെ സ്നാക്സ് ഒന്നും കൊണ്ടുപോകൊന്നും വേണ്ട. ബാലുവിന് എന്തായാലും കിറ്റും വേണം, സ്നാക്സും കൊണ്ടുപോകാനുള്ള ബോക്സും വേണം. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം നോക്കാൻ വന്നു. ഇവിടെ നമ്മൾ ഈ ചണം പോലത്തെ ജൂട്ടൊന്നുമല്ല, വളരെ വിലക്കുറവിന് കിട്ടും. 100-100-നകത്തൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഈ സാധനം. 200 അങ്ങനെ റേഞ്ചിലൊക്കെ ഉള്ളത്. പക്ഷേ ഇത് ഭയങ്കര ഡ്യൂറബിളൊന്നും അല്ല, കാരണം തയ്യൽ വിട്ടുപോകും, ഒറ്റ തയ്യൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് നോക്കിയായിരുന്നു, പക്ഷേ സിബും ഒന്നും ഒരു സ്ട്രെങ്ത് ഒന്നും ഇല്ല, ഒരുമാതിരി ഇരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് തിരിച്ചു വെച്ചു. പക്ഷേ ബാലുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര അട്രാക്റ്റീവ് കളേഴ്സ് കേൾപ്പോൾ ഇത് എടുക്കുക അമ്മാമ്മ എന്ന് പറഞ്ഞ് ചാടുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനാണ്. നല്ല അടിപൊളി വാട്ടർ ബോട്ടിലിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ മക്കളുടെ കണ്ണ് പോയത് മറ്റേ നമ്മൾ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്ന കുടിക്കുന്ന ഒരു ബോട്ടിലുണ്ടല്ലോ, ഞാനത് ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 എണ്ണം ഓൺലൈനിൽ വാങ്ങി. അതിൽ മീഡിയം സൈസ് 1 ലിറ്ററിൻ്റെ ഒരെണ്ണം എൻ്റെ മക്കൾ തറയിലിട്ട് അപ്പോഴേ അങ്ങ് പൊട്ടിച്ചു. അങ്ങനെ എന്തായാലും ഇപ്പോൾ അത് കണ്ടപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞ് ജാനു ഒരെണ്ണം വാങ്ങി. ബാലുവിൻ്റെതായി പിങ്ക് ക്യൂട്ട് ബോട്ടിലാണ് വാങ്ങി കേട്ടോ. കുഞ്ഞു മതി, കാരണം ഒരുപാട് വെള്ളം അവൾക്ക് വേണ്ട. അവൾക്ക് 1/2 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിൽ മതി, കാരണം വെയിറ്റ് കൊണ്ടുപോകാനും പാട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെള്ളം സ്കൂൾ ടൈമിൽ അധികം അവിടെ നിന്ന് അത് തീർന്നു പോയാലും സ്കൂളിൽ നിന്ന് റീഫിൽ ചെയ്ത് കൊടുക്കും അവർ. അതുകൊണ്ട് പിന്നെ പാടില്ല, ചെറിയ ബോട്ടിലാണെങ്കിലും പ്രശ്നമില്ല. ജാനിന് 1 ലിറ്റർ തന്നെ വേണം. പിന്നെ അത് വാങ്ങി. പിന്നെ ഒരുപാട് നെയിം സ്ലിപ്സ് വേണം, കാരണം ബുക്കുകൾ തീർന്ന് അടുത്ത പുതിയ ബുക്ക് എടുക്കുകയാണെങ്കിൽ പോലും നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കറക്റ്റ് കവർ ചെയ്തില്ലെങ്കിൽ ടീച്ചർമാർ വഴക്കുറയും. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ നെയിം സ്ലിപ്പും കവറിങ് പേപ്പേഴ്സും എല്ലാം എക്സ്ട്രാ വാങ്ങി വയ്ക്കും. പിന്നെ ജാനുവിന് ഈ വർഷം തൊട്ട് പേനയാണ്, പെൻസിൽ മാറി പേനയായി. അതുകൊണ്ട് തന്നെ പേനയ്ക്കിനി നല്ല ഷോർട്ടേജ് വരാതെ കാത്തു സൂക്ഷിച്ച് വെക്കാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ പിടിച്ചെഴുതാൻ എളുപ്പം ഒരു 5 രൂപയുടെ ചെറിയ പേന ഉണ്ടല്ലോ, അത് അവൾക്ക് നല്ല ഇതുകൊണ്ട് അങ്ങനെ അതൊരു പാക്കറ്റ് വാങ്ങി. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സെല്ലോടെ ഒരു പേന വാങ്ങിച്ചാൽ, സ്കൂളിലല്ല കോളേജിൽ ഡിഗ്രി ഫുൾ അങ്ങനെയായിരുന്നു. പിന്നെ അത് റീഫിൽ വാങ്ങി വെച്ചേക്കാം 5 രൂപ കൊടുത്ത്. പിന്നെ ഇതിനകത്തൊക്കെ നിറച്ച് അതിട്ടാണ് എഴുതുന്നത്. പേന ബോഡി ഒരെണ്ണം യൂസ് ചെയ്യുള്ളൂ.
അതാകുമ്പോൾ നമുക്ക് മഷി തീരുന്നതനുസരിച്ച് റീഫില്ല് മാറ്റി മാറ്റിയും ഇട്ട് കൊടുക്കും. സത്യം പറഞ്ഞാൽ നല്ല ഗ്രിപ്പുള്ള അടിപൊളി പേനാണ് ഈ സെല്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കാണാനില്ല. പിന്നെ ബാലമോളുടെ പഴയ വഞ്ചി നമ്മൾ പൊട്ടിച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതുകൊണ്ട് ആ പൈസ കുറച്ച് കൈ ഇരിപ്പുണ്ട്. അതിടെ വഞ്ചി വേണമെന്ന് പറഞ്ഞ് വഞ്ചി പറക്കിയെടുക്കുന്നുണ്ട്. ജാനുവിനും ബാലുവിനും മഞ്ഞയ്ക്കും വഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന ഉടനെ ബാലു എന്തായാലും പൈസ കിട്ടുന്ന നിറച്ചു. ജാനുവിൻ്റെ വഞ്ചി എവിടെയാണെന്ന് പോലും കാണാനില്ല. എന്തായാലും വഞ്ചിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എല്ലാവർക്കും ഓരോ കളറിലെ വഞ്ചിയാണ്. ഒരു കണക്കിന് ചില്ലറ പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ മക്കളെ ഇപ്പോഴേ പ്രാപ്തരാക്കുന്ന രീതിയിൽ നമ്മൾ ഈ വഞ്ചിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് കുറച്ച് മാറ്റും അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അതും ഇവിടെ നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചൂടെടുത്ത് അവിഞ്ഞ് ഊപ്പാട് വന്നു കേട്ടോ. തളർന്നു പോയി സത്യം പറഞ്ഞാൽ. എന്തൊരു ചൂടാണെന്നറിയാവോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ തിരിച്ചൊരു ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം നല്ല അടിപൊളി ഷോപ്പിംഗ് ആയിരുന്നു. സ്കൂൾ തുറപ്പിൻ്റെ ഇനി അടുത്ത ഘട്ടം നമ്മളിനി തുണിത്തരങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ പോകണം. ഡ്രസ്സ് എടുക്കണം. ഇനിയിപ്പോൾ 19-ാം തീയതി ജാനുവിൻ്റെ ബർത്ത്ഡേ വരും. അപ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യൂണിഫോം എടുത്തിട്ടില്ല ജാനുവിന്. അപ്പോൾ യൂണിഫോം നമ്മളെടുക്കണം. നമ്മളെടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം. സ്കൂളിൽ നിന്ന് തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി കുറേ കാര്യങ്ങൾ സ്കൂൾ തുറപ്പുമായിട്ട് ഇനിയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഒരാൾ പിണങ്ങി പോകണം കേട്ടോ. അവളൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പിണങ്ങി അങ്ങനെ കെറിയിച്ച് വഴക്കിട്ട് പോവുകയാണ് കേട്ടോ ബാലമോള്. അങ്ങനെ എന്തായാലും നമ്മളെല്ലാ സാധനങ്ങളുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തളർന്ന പണ്ടാരടങ്ങി. അടുത്ത ലക്ഷ്യം നമുക്ക് ഊണ് കഴിക്കുക എന്നുള്ളതാണല്ലോ. കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ 2 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷടപടേന്ന് എൻ്റെ ലഞ്ച് ഞാൻ എടുത്തു. ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് നല്ല വിഭവസമൃദ്ധമായ കറികളായിരുന്നു. എൻ്റെ ഫേവറേറ്റാണ് മീൻ തോരൻ. അപ്പോൾ ഇന്ന് മീൻ തോരനും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ കൊണ്ടാട്ടമുളക്. എനിക്ക് സാമ്പാർ പരിപ്പ് അതുപോലുള്ള കറികളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ കൊണ്ടാട്ടമുളക് ഭയങ്കര കിടില കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വിശാലമായി ഫുഡും കഴിച്ച ശേഷം നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. കാരണം ഇന്ന് തളർന്ന് പണ്ടാരടങ്ങിയ ഒരു ദിവസമായിരുന്നു. ഇനി അടുത്ത സെക്ഷൻ ജാനുവിനെ ഡാൻസിന് കൊണ്ടാക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.